പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? നമ്മുടെ തോട്ട് ലൈഫ് എപ്പോഴും നമ്മുടെ സമാധാനത്തെ അഫക്റ്റ് ചെയ്യും. നീ എന്തുവാ ചിന്തിക്കുന്നതെന്നുള്ളത് അനുസരിച്ചായിരിക്കും നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി. നാം നമ്മോട് തന്നെ ഒന്ന് ഹോണസ്റ്റായിട്ട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ലേ നമ്മൾ ആരാണെന്നും നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നും? അതുപോലൊന്നും അല്ല നമ്മൾ വാസ്തവത്തിൽ നിന്നും തോന്നുന്നില്ലേ? നമ്മുടെ ചിന്തകളൊക്കെ പലപ്പോഴും ഓഫ് ട്രാക്ക് ആയി പോകും. മിക്ക കേസിൽ നോക്കിയാലും നമുക്ക് തന്നെ മനസ്സിലാകും നമ്മളൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ടെന്ന്. ഇത് സത്യമല്ലേ ഞാൻ പറയുന്നത്? ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ട് നമ്മുടെ മനസ്സ് നാം റിന്യൂ ചെയ്യണമെന്ന്. അതായത് നമ്മുടെ പഴയ പെർസെപ്ഷൻസൊക്കെ ഉണ്ടല്ലോ, പഴയ ഐഡിയയും പഴയ വിശ്വാസങ്ങളും പഴയ ഒപ്പീനിയൻസും സ്വയകേന്ദ്രീകൃതമായ ചില ആറ്റിറ്റ്യൂഡുകളും അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ദൈവം ഡെവലപ്പ് ചെയ്ത് തരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ കാണണം. ഗോഡ്ലി റെസ്പോൺസസ് നമ്മളിൽ നാം നർച്ചർ ചെയ്തെടുക്കണം. അതിന് നാം വളരെ റെഗുലറായിട്ട് വചനം വായിക്കുകയും വായിച്ച ഭാഗം ധ്യാനിക്കുകയും ചെയ്യണം. ക്രിസ്തു ഭക്തന്മാരെല്ലാം ഈ ലോകത്തോട് അനുരൂപമാകാതെ ശ്രമിക്കും. മനസ്സിനെ റിന്യൂ ചെയ്യുവാനും ഒരു രൂപാന്തരം ഏറ്റെടുക്കാനുമൊക്കെ ആഗ്രഹിക്കും. അങ്ങനെ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഒരു റിന്യൂവൽ വന്നാൽ നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ വർത്തമാന രീതി മാറും. നമ്മുടെ സംസാരവും നമ്മുടെ സ്വഭാവമൊക്കെ ഒന്ന് റിന്യൂഡ് ആകുമ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിനകത്തും ഒരു പുതുക്കം നടക്കും. അങ്ങനെ നമ്മുടെ ബന്ധങ്ങൾ റിന്യൂഡ് ആകുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ ചുറ്റുമുള്ള ലോകവും പെട്ടെന്ന് ഒരു പുതുക്കത്തിലേക്ക് വരും. പക്ഷേ ഇതെല്ലാം തുടങ്ങിയത് എവിടെ? നമ്മുടെ മനസ്സിലാണ്. വിത്ത് വാട്ട് വി ചൂസ് ടു തിങ്ക് ആൻഡ് വാട്ട് വി ചൂസ് ടു ഡെൽ അപ്പോൺ. നമുക്കെല്ലാം നാം ചിന്തിക്കുന്നതിൽ തന്നെ പല കാര്യങ്ങളിൽ നമ്മൾ ഓരോ തീരുമാനത്തിൽ അങ്ങ് എത്തും. പിന്നെയും നമുക്ക് നമ്മുടെ മനസ്സിനെ ഒരു പുതിയ ടോപ്പിക്കിലേക്ക് നാം റീഫോക്കസ് ചെയ്യും. പുതിയ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നാം തുടങ്ങും. നെഗറ്റീവ് തിങ്കിങ് നമ്മുടെ സമാധാനത്തെ കവർന്നെടുക്കാൻ ഇടയായിത്തീരും. അങ്ങനെ നമ്മുടെ സമാധാനം മോഷ്ടിക്കപ്പെട്ടു പോകും. അങ്ങനെ വരുമ്പോൾ നമ്മളിൽ തന്നെ ചില വ്യത്യാസങ്ങൾ വരും. അതത്ര നല്ലതുമായിരിക്കത്തില്ല. അതുകൊണ്ട് കുഞ്ഞെ, ഒരു വിഷയത്തിൽ ഒരു തീരുമാനം നീ എടുത്തോണം. ഐ ചൂസ് ടു ട്രസ്റ്റ് ഗോഡ്. ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുക, ആശ്രയിക്കുക. എന്തൊക്കെ സിറ്റുവേഷൻ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാലും ഞാൻ അവരിൽ ആശ്രയിക്കുക എന്നൊന്ന് ചിന്തിക്കാമോ? നിൻ്റെ തോട്ട് പാറ്റേൺസ് ഒരിക്കലും നിനക്ക് ഹാംഫുള്ളായി തീരരുത്. നിൻ്റെ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം നിന്നെ സഹായിക്കും. നിൻ്റെ മനസ്സ് നീ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യാതെ, നിൻ്റെ ആ മോശമായ തോട്ട് പാറ്റേണിൽ നീ നിൽക്കാതെ ദൈവത്തിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ച് മേടിക്കണം. അങ്ങനെ നിൻ്റെ മനസ്സിനെ നീ സൂക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് നിൻ്റെ സമാധാനത്തെയും സൂക്ഷിപ്പാൻ കഴിയും. സമാധാനം ഒരിക്കലും നിന്നിൽ നിന്ന് നഷ്ടമായി പോകത്തില്ല. ദൈവത്തോട് നന്ദിയുള്ളവരായി സ്തോത്രത്തോടുകൂടി നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിപ്പാൻ കഴിയണം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7
നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വാക്യമാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ നന്മയും ദൈവത്തിൻ്റെ ആ ഗ്രേറ്റ്നെസ്സും അത് മറന്നു കളയരുത്. അതുകൊണ്ട് ഒരിക്കലും എക്സോസ്റ്റഡായി പോകരുത്. യേശു എങ്ങനെ ജീവിതത്തോട് സംഗതികളോട് റെസ്പോണ്ട് ചെയ്തോ അതുപോലെ നാമും റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കണം. നമ്മുടെ പ്രെയർ ലൈഫ് വളരെ കരുതലോടെ നാം സൂക്ഷിക്കണം. നമ്മുടെ ചിന്താമണ്ഡലത്തെ നാം സൂക്ഷിക്കണം. വിശുദ്ധമായത് എന്താണെന്ന് പിതാവ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് നാം അനുസരിപ്പാനും അവൻ തന്നിരിക്കുന്ന എല്ലാ വാഗ്ദത്ത വചനങ്ങളും കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുവാനും കുഞ്ഞെ നീ ഒരുങ്ങണം. സമാധാനത്തിൻ്റെ ദൈവം നിന്നെ ക്രിസ്തുയേശുവിങ്കൽ പൂർണ്ണമായി കാക്കും. അതിന് യാതൊരു സംശയവും ജീവിതത്തിൽ വേണ്ട. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പലപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ അങ്ങേ തലയ്ക്ക് എന്നുള്ള സംസാരം പോലും നമ്മുടെ ചിന്തകളെ മാറ്റാറില്ലേ? നമ്മളുടെ സ്വഭാവത്തെ മാറ്റാറില്ലേ? നമ്മുടെ ഓരോ പ്രവർത്തനം കാണുമ്പോഴും നമ്മൾ ഓർക്കണം, ദൈവം നമുക്ക് അനുകൂലമാണോ നമുക്ക് പ്രതികൂലമാണോ? നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്ന ദൈവമാണെങ്കിൽ നീ ഉറപ്പായിട്ട് നിന്നോട് തന്നെ പറയണം, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്ലാനിൻ്റെ ഒരു ഭാഗമാണെന്ന്. ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം. കർത്താവ് നമ്മുടെ കൂടെ നിൽപ്പുണ്ട്, വലഭാഗേ അവൻ നമുക്ക് തുണയായിട്ടുണ്ട്. പാട്ടുകാരൻ അങ്ങനെ പാടുന്നില്ലേ? എല്ലാ സംഗതികളും, ഹല്ലേലൂയ, എല്ലാ സിറ്റുവേഷൻസും അവൻ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മളെ സമാധാനം ഒരിക്കലും നഷ്ടപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. മനുഷ്യരല്ല നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് റിഗ്രറ്റ് ചെയ്യേണ്ട, ദുഃഖിച്ചു പോകേണ്ട. കർത്താവ് സകലവും നന്മയ്ക്കായി തീർക്കുമെന്നുള്ളൊരു വലിയ വിശ്വാസം ഹൃദയത്തിൻ്റെ ആഴത്തിലുണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മയൊക്കെ സഹായിക്കട്ടെ. പക്ഷേ ഒരു സമയത്തല്ലെങ്കിൽ വേറൊരു സമയത്ത് നമുക്ക് ആങ്സൈറ്റി കടന്നു വരും, അല്ലേ? അതൊരു വലിയ പ്രശ്നമാണ്. ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് വളരെ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞതെല്ലാം വളരെ വളരെ നല്ല കാര്യങ്ങളാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിൽ നിന്നുള്ള രക്ഷ പ്രാപിച്ചെടുക്കേണ്ടത് നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. ആകാശത്തിലെ പറവകളെ നോക്കുകയും, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലോ. പ്രൈസ് ഗോഡ്. ആങ്ഷ്യസ് എന്നുള്ള വാക്ക് ഈ വായിച്ച വേദഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഡിസ്ട്രാക്റ്റഡ് എന്നാണ് ശരിക്കും കാണുന്നത്. അതായത് അൺസർട്ടനിറ്റിയെക്കുറിച്ചാണ് കാണിക്കുന്നത്. അൺസർട്ടനിറ്റിയാണ് ആങ്സൈറ്റി നമ്മുടെ ജീവിതത്തിൽ, ആങ്സൈറ്റി മൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യം. അതായത് അതൊരു ഫീലിങ്ങാണ്. വാട്ട് നെക്സ്റ്റ്, അടുത്തതിനി എന്താവാ, അതൊരു ഫീലിങ്ങാണ്. പ്രൈസ് ഗോഡ്. ആങ്ഷ്യസ് ബൈബിളിൽ ചില ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയും വരുന്നുണ്ട്, വറി. ചില ആൾക്കാരുടെ വേ ഓഫ് ലൈഫ് തന്നെ വറിയ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ വീണ്ടും വീണ്ടും വായിച്ച് ഈ വറിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഇടയാകണം. കാരണം വേറൊരു വ്യക്തിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവനവൻ തന്നെ തീരുമാനങ്ങളെടുത്ത് ജയം പ്രാപിപ്പാൻ പരിശ്രമിക്കണം. എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. പലപ്പോഴും ആങ്സൈറ്റി ഉണ്ടാകുന്നത് നമ്മളെ ട്രബിൾ ചെയ്യുന്നൊരു സിറ്റുവേഷനോട്
അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോബ്ലത്തോട് നാം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതനുസരിച്ചാണ്. എന്നാൽ എൻ്റെ ഈ വിഷയത്തെയും എന്നെ വറിയടിപ്പിക്കുന്ന ഈ വിഷയത്തെയും കർത്താവ് കൈകാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി വിശ്വാസത്തിൽ കർത്താവെ നീ എന്നെ സ്ട്രോങ് ആക്കണമേ. എൻ്റെ ആത്മീയ വളർച്ചയിൽ ഞാനൊരു മെച്യൂരിറ്റി പ്രാപിപ്പാൻ എന്നെ ഇടയാക്കണമേ. എൻ്റെ ബാഡ് ഹാബിറ്റ്സും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സും ഒക്കെ എന്നിൽ നിന്ന് മാറ്റണേ എന്നൊക്കെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ നാം പ്രാർത്ഥിക്കണം. നമുക്ക് കൂടുതലായിട്ട് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുവാൻ, പൂർണ്ണമായിട്ട് അവനെ അനുസരിപ്പാൻ, അവനിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം നാം അവൻ്റെ സന്നിധാനത്തിൽ ഒരു സമർപ്പണം ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കണം. ഏത് സിറ്റുവേഷൻ വന്നാലും ഒരിക്കലും കുഞ്ഞെ ഒരു ഹെൽപ്ലെസ് ഫീലിംഗ് നിൻ്റെ ജീവിതത്തിൽ വരരുത്. നീ ഫേസ് ചെയ്യുന്ന ഏതിനെയും ചേഞ്ച് ചെയ്യാനുള്ള ശക്തി ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. പെർഫെക്റ്റായിട്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് യേശു കർത്താവ്. അവൻ നിനക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നതൊക്കെ നന്മയ്ക്കാണ്. അതുകൊണ്ട് നിൻ്റെ സ്നേഹവും നിൻ്റെ ജ്ഞാനവും നിൻ്റെ ശക്തിയും എല്ലാം ദൈവനാമ മഹത്വത്തിനു വേണ്ടിയായി തീരുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്ക്. സമാധാനത്തിൻ്റെ വഴി ദൈവം നിൻ്റെ മുമ്പിൽ വെട്ടിത്തുറക്കും. വോറിയിലേക്കും ആങ്സൈറ്റിയിലേക്കും പോകുന്ന വഴി സ്വർഗത്തിലെ ദൈവം നിൻ്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കും. നമുക്കതിനായി പ്രാർത്ഥിക്കാൻ, കണ്ണുകളടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മുമ്പിലുള്ള വഴി ഇരുണ്ടടഞ്ഞതായിട്ട് തോന്നിയാലും വെളിച്ചമായ കർത്താവ് അവിടെ വന്ന് ഞങ്ങളുടെ സാഹചര്യങ്ങളെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർത്ത് സകലവും നന്മയ്ക്കെന്ന് വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണാശ്രയം കർത്താവിൽ വെച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ. അതിനാവശ്യമായ കൃപ ഞങ്ങളുടെ മേൽ പകരണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു.